അപ്പോൾ ഉണ്ടല്ലോ എന്നാ ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയോ? നിങ്ങൾക്കറിയാമായിരിക്കും. ടോപ്പിയാക്ക പേൾ എന്ന് പറയുന്ന ഒരു ഉപ്പും ഇത് വരുന്നുണ്ട്. നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കാം, ചെറിയ ചെറിയ പേൾ പോലത്തെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നല്ല വൈറ്റ് കളർ, അത് വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭൂം ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. ഉപ്പുമാവ് എന്ന് പറയുമ്പോണ്ടല്ലോ നമ്മുടെ കൂടുതലും അത് ഉപയോഗിക്കുന്ന ബ്രാഹ്മിൺസാണ്. കാരണം നല്ലൊരു ലൈറ്റ് ഫുഡാണ് കേട്ടോ. പിന്നെ ഹെൽത്തിയാണ്, നല്ല ബെനിഫിറ്റൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മളിത് കൂടുതലും ഇവിടെ പായസം ഉണ്ടാക്കുന്നത്. ആക്ച്വലി പായസം ഉണ്ടാക്കുന്നത് പറയുമ്പോൾ എന്ത് രസം എന്ന് പറയും. പായസം കുടിക്കാനായിട്ട് നല്ല ഗീലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. അത് നമുക്കൊരു 1 hour സോക്ക് ചെയ്തിട്ട് വേണം ഉപ്പുമാവ് ഉണ്ടാക്കാൻ. പിന്നെ എന്നാ പറയണ്ടേ, പിന്നെ ഞാൻ വന്നു കുറച്ച് ഫ്രഷായി. അപ്പോൾ ഇന്ന് വേറെ റെസിപ്പി ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, വേറെ ഒന്നുമില്ല. പിന്നെ കുറേ കാര്യങ്ങൾ പറയണമെങ്കിൽ എനിക്കിനി 1 മാസം കൂടെ വേണം. അത് സക്സസ് ആയാൽ മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്കേ ഉപ്മാവിൻ്റെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് റെമഡീസ് എന്ന് ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇതാണ് ടാപ്പിയാക്കോ പേൾസ്. ഇത് കണ്ടോ, പേള് പോലെയുള്ളതാണ്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കൂടുതലും നമ്മൾ പായസം ഉണ്ടാക്കാനും പിന്നെ ഉണ്ടല്ലോ ഈ ബ്രാഹ്മിൺസൊക്കെ ഉപ്മാവ് ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കും. ഇതെന്താ പറയുക, ഇതിൻ്റെ ഗുണങ്ങൾ എന്തെന്നറിയോ? നമുക്ക് നല്ല ഡൈജഷൻ തരാൻ, നമ്മുടെ ബോൺ നല്ല ഹെൽത്തി ആകാനും ഡിഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ടാപ്പിയാക്കോ പേൾസ് എന്ന് പറയുന്നത്, പേള് പോലെ കൊണ്ടാണ് പേൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഇത് നല്ല ഡൈജഷനാണ്, പിന്നെ നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഇന്ന് ഇത് വെക്കാമെന്ന് വിചാരിച്ചു. ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതുകൊണ്ട് നല്ല പായസം ഉണ്ടാക്കും. പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കണ്ണാടി പോലെ ഇരിക്കും ഇത്. നമുക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും തോന്നുന്നല്ലേ. അപ്പം നമുക്കിത് കൊണ്ടൊരു ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പം നമുക്കിതിനകത്തേക്ക് ഉണ്ടല്ലോ, ഇത് കുറച്ച് മതി കേട്ടോ. ഇത് ആകെ 100 gram ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഇതങ്ങ് പൊങ്ങി വരും. അപ്പം നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ആക്ച്വലി ഉണ്ടല്ലോ ഇതൊരു 45 minutes 1 hour ഇത് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവണം. അന്നേരം ഉണ്ടല്ലോ ഇതിങ്ങനെ പൊങ്ങി വരും. ഇത് കണ്ടോ, അന്നേരം പൊങ്ങി വരും. നമുക്കിങ്ങനെ ഒരു പിടിക്കുമ്പോൾ ഒരു ചെറിയൊരു സ്മൂത്ത് പോലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. ഇത് കണ്ടോ, ഇതൊരു 45 minutes അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഉപ്മാവിനുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഇത് കണ്ടോ, നല്ലപോലെ ഇത് കണ്ടോ, വെള്ളം എല്ലാം കുടിച്ചത് കണ്ടോ, നല്ലൊരു സ്മൂത്ത് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ നോക്കുക, ഇത്രയും മതി. ഇത് കൂടുതലുണ്ടെന്നറിയോ, ഈ നോർത്ത് ഇന്ത്യ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടല്ലോ ഈ ഫാസ്റ്റിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതാണ് അവർ. അപ്പം നമ്മൾ നല്ല ടേസ്റ്റി നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മളെങ്ങോട്ടല്ലോ കുറച്ച് പാത്രത്തിൽ നമുക്ക് നല്ലപോലെ വെള്ളം കളയണം കേട്ടോ. വെള്ളം കളഞ്ഞിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ നമുക്കൊരു മാതിരി സ്റ്റിക്കി ആയിരിക്കും. അപ്പം നമുക്ക് കുറച്ച് നല്ലപോലെ സ്റ്റെയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഈ ഉരുളക്കിഴങ്ങില്ലേ, നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താൽ മതിയേ. ഇത് കണ്ട, ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെറുതായിട്ട് മതി. എന്താണെന്നറിയോ, നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കടുക്, പച്ചമുളക്, ഇതിനകത്ത് ഉള്ളി വേണ്ട കേട്ടോ. പിന്നെ നമുക്ക് കടലപ്പരിപ്പില്ല, അത് വേണം ഇടാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ കടലയില്ലേ, നമ്മൾ നിലക്കട നല്ലപോലെ ക്രഷ് ചെയ്തിട്ടിടണം കേട്ടോ ലാസ്റ്റ്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഈ പച്ചമുളക് ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാവേ. അപ്പം നമുക്കുണ്ടല്ലോ ഈ കടലയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഈ കല്ലിലിട്ടാണ് പൊടിക്കുന്നത് കേട്ടോ, ഗ്രൈൻഡിലൊന്നും അല്ല. മീൻസ് ഈ കല്ലിലിട്ട് നമുക്ക് പൊടിക്കാം, എളുപ്പമല്ലേ. അപ്പോൾ കടലയും പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണം അത്ര എടുത്താൽ മതി. ഞാൻ കുറച്ച് കൂടുതൽ പൊടിച്ചിട്ടുണ്ട്, ഇത്ര ആവശ്യമില്ല കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇടാവേ. കടുക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്, നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാം കേട്ടോ. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഉള്ളിയുടെ ഉരുളക്കിഴങ്ങ് ഇട്ടപ്പോഴേ കുറച്ച് തെറിച്ച് കേട്ടോ, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. സാരമില്ല. നല്ലപോലെ സോഫ്റ്റാണ് കേട്ടോ, നല്ലൊരു മെറൂൺ കളർ വരണേ. അതെന്നറിയോ, നമ്മളിത് കഴിക്കുമ്പോഴുള്ള നല്ലൊരു ക്രഞ്ചി ആയിട്ടിരിക്കും. നമുക്ക് ഉരുളക്കിഴങ്ങിലെ ഉപ്പ് പിടിക്കാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. കുറച്ച് ഫ്രൈ പോലെ വന്നിട്ടുണ്ട്, നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇത് കണ്ടോ, നല്ലൊരു സ്മൂത്ത് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളൊന്നും ഇടില്ല കേട്ടോ. ഇനി നമുക്ക് ക്രഷ് ചെയ്യുന്ന പച്ചമുളകില്ല, അത് അങ്ങോട്ട് ഇടാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് മുറിച്ചിടുന്ന കഴിഞ്ഞ് നല്ലത് ഇങ്ങനെ ക്രഷ് ചെയ്തിടുന്ന കേട്ടോ ടേസ്റ്റ്. അപ്പം ഇത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്, ആ മുളകെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പേളിനെ ഇടാം, നമ്മുടെ പേളിനെ കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കണേ, കാണാൻ നല്ല ഭംഗി.
അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ച് വേണം വേവിക്കാം കേട്ടോ. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ 100% അടി പിടിക്കും കേട്ടോ. ഇത് നോൺ സ്റ്റിക്ക് അല്ല, അതുകൊണ്ടാണ് നോൺ സ്റ്റിക്കിനാണ് അത്ര പിടിക്കില്ല. നമുക്ക് മൂടി വെക്കാം. ഇത് കണ്ടോ, നമുക്ക് മൂടി എടുക്കാം കേട്ടോ. ഇതുകൊണ്ട് അടി പിടിച്ചിട്ടുണ്ട്, നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനിയും കുറച്ച് വേകാനുണ്ട് കേട്ടോ. ഞാൻ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് അടിയിലൊക്കെ പിടിച്ച് അതൊക്കെ ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നമുക്കൊന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്കങ്ങനെ വലിയ ഹാർഡായിട്ടൊന്നും തോന്നിയല്ല, അങ്ങനെ വയറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പം നമുക്കിനകത്തേക്ക് കടല ഇടാം കേട്ടോ. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കടലയില്ലേ, എനിക്ക് ഇഷ്ടമുള്ളത്ര ഇടാം കേട്ടോ. ഇതിലവിടെ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിങ്ങനെയുണ്ടല്ലോ കട്ടിയോടെ ഇരിക്കും. നമുക്കിങ്ങനെ ഉപ്മാവ് പോലെ തന്നെ, വേറെ ഒന്നുമില്ല. ഉപ്മാവ് എങ്ങനെ കഴിക്കുന്നത് പോലെ, പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കുമ്പോഴുണ്ടല്ലോ നല്ല സോഫ്റ്റ് ഉരുളക്കിഴങ്ങല്ല, എണ്ണയിലൊക്കെ കിടന്ന് നല്ല ഫ്രൈ ആയത് ഉണ്ടോ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തിന്നിട്ട് വേണമെങ്കിൽ കിടന്നുറങ്ങാൻ. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ നോൺ സ്റ്റിക്കിൽ മാത്രം ഉണ്ടാക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തിന്നിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാൻ കേട്ടോ. ഇതുണ്ടോ, ഇത് തിന്നാൻ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണേ. നല്ലപോലെ ഉപ്മാവ് പോലെ തന്നെ ഇച്ചിരി കുഴഞ്ഞിട്ടൊക്കെ ഉണ്ടാവുക. ഇത് കണ്ടോ, അടിപൊളിയല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പം എൻ്റെ റെസിപ്പി ഇന്ന് ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ഇടാൻ മറക്കല്ല കേട്ടോ. അപ്പോഴുണ്ടല്ലോ ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ, കാരണം ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അപ്പം ബൈ ടാറ്റാ.